ഏറ്റവും ഒന്നാമതായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നോമ്പ് നമുക്ക് നിർബന്ധമാണ്. അള്ളാഹുവിൻ്റെ ഒരടിമ എന്ന നിലക്ക്, വിശ്വാസി എന്ന നിലക്ക് നിർബന്ധമായ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് അത് ചെയ്യണോ ചെയ്യണ്ടേ എന്ന ഒരു ചർച്ചയേ ഇല്ല. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഫമൻ ശഹിദ മിൻകുമുശ്ശഹ്റ ഫൽയസുംഹു, റമളാൻ മാസത്തിലുണ്ടോ നോമ്പ് നോറ്റിരിക്കണം. ബുനിയൽ ഇസ്ലാമു അലാ ഖംസ്, 5 കാര്യങ്ങളിലാണ് ഇസ്ലാം എടുക്കപ്പെട്ടത്. 5 കാര്യമുള്ളവനെ മുസ്ലിം ആകും. ഒന്ന്, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാതെ ആരാധ്യനില്ല എന്ന സത്യസാക്ഷ്യമാണ് ഒന്നാമത്തേത്. അതേപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണെന്ന സാക്ഷ്യം. വഇഖാമസ്സലാ, അതേപോലെ തന്നെ പിന്നെ നിസ്കാരം നിലനിർത്തുക, വഇതാഇ സകാത്ത് കൊടുക്കുക, വസൗമു റമളാൻ, റമളാനിൽ നോമ്പ് നോൽക്കുക. അത് നമ്മുടെ ഒരു മുസ്ലിം ആകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നോമ്പ് നോട്ടിരിക്കണം. അതുകൊണ്ടാണ് പല സുഹൃത്തുക്കളും മരണപ്പെടുന്ന സമയത്ത് അവിടെ ബന്ധുക്കൾ ചോദിക്കും, എന്താണ് അദ്ദേഹത്തിന് ഇത്ര നോമ്പുണ്ട്, മരിച്ചുപോയി, ഇനി എന്താ ചെയ്യുക, അത് നോട്ട് വീട്ടണോ അല്ലെങ്കിൽ അതിന് പ്രായശ്ചിത്തം കൊടുക്കണോ എന്നൊക്കെ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അത് നിർവഹിച്ചിരിക്കണം. ഇപ്പൊ നമസ്കാരം ഒരാൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ, അയാൾക്ക് അറിയാതെ ഉദാസീനത കൊണ്ടോ മറവി കൊണ്ടോ ഒക്കെ നമസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ, മറവിയാണെങ്കിൽ നമുക്ക് ഓർമ്മ വരുമ്പോൾ അത് നിസ്കരിക്കാം. ഒരു ആർത്തവകാരി ആർത്തവ സമയത്ത് നഷ്ടപ്പെട്ട നിസ്കാരങ്ങളൊന്നും വീട്ടുന്നില്ല, പക്ഷെ ആർത്തവ കാലത്ത് നഷ്ടപ്പെട്ട നോമ്പ് വീട്ടുന്നു. അത്രയും നിർബന്ധമായി ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നിർബന്ധമായ നോമ്പുകളെ നമ്മൾ നോറ്റ് വീട്ടിയിരിക്കണം എന്നത് അത്രയും നിർബന്ധമുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ ആലോചിക്കുക, റമളാൻ 1 വരുമ്പോൾ അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ള ഒരു കർമ്മമാണ് നമ്മൾ അനുഷ്ഠിക്കുന്നത് എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നിർബന്ധമായ ഒരു കാര്യത്തിൽ പിന്നെ ഇത് വേണോ വേണ്ടേ എന്നതിനെ കുറിച്ച് ചിന്തല്ല, അള്ളാഹ് കൽപ്പിച്ചു, നമ്മളത് ചെയ്യുന്നു എന്ന ഒരു ധാരണ. രണ്ടാമത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ അതിനെ ഖുർആനുമായി ചേർത്ത് പറഞ്ഞു. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ തന്നെ വളരെ എല്ലാ സൗഭാഗ്യങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും അടിസ്ഥാനം ഖുർആനാണ്. നമുക്ക് ആ മാസത്തോട് അത്ര വലിയ പ്രതിബദ്ധതയുണ്ട്. എത്രമാത്രം എന്നറിയോ? ഇന്ന് രാവിലെ നമ്മൾ ഓതിയത് 2 പേജാണെങ്കിൽ 4 പേജ് നമ്മൾ ഓതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ 2 പേജ് കിട്ടുന്നതിനേക്കാളും ഒരു ബർക്കത്ത് ആ 4 പേജിന് കിട്ടും. എന്ന് പറഞ്ഞാൽ ഒരായത്ത് പാരായണം ചെയ്യുന്നത് പോലും നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹങ്ങളെയും ബർക്കത്തുകളെയും വർദ്ധിപ്പിക്കാൻ മാത്രം ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഖുർആൻ, അതിന്റെ പാരായണത്തിൽ. ഇനി ആശയതലത്തിൽ നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ മനസ്സിലൊക്കെ എന്തെല്ലാം സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും കാഴ്ചപ്പാടുകളും ചിന്തകളും ഉണ്ടോ, അതൊക്കെ വിശുദ്ധ ഖുർആൻ നമുക്ക് തന്നതാണ്. നമ്മുടെ ജീവിത സന്തോഷം എന്ന് പറയുന്നത് ഖുർആനാണ് നമ്മുടെ സന്തോഷം. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഇത്രമാത്രം സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും നൽകിയ ഒരു പരിശുദ്ധമായ മാസത്തിൽ ആ ഖുർആനുമായി അടുക്കുന്നതിലുണ്ടാകുന്ന ചില അനുഗ്രഹങ്ങളുണ്ട്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക് ലിയദ്ദബ്ബറൂ ആയാതി വലിയതദക്കറ ഉലുൽ അൽബാബ്, ഒരു ഗ്രന്ഥം ഇതാ നാം നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു. മുബാറക്, അനുഗ്രഹീതമായ ഒരു ഗ്രന്ഥം. റമളാനെ കുറിച്ചും പറഞ്ഞത് മുബാറക്കാണ്, അനുഗ്രഹീതമായ മാസം, അനുഗ്രഹീതമായ ഒരു ഗ്രന്ഥം. അതുകൊണ്ട് ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് റമളാൻ മാസം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസുംഹു, നോമ്പ് നോൽക്കണം. അതുകൊണ്ട് റമളാൻ വരുമ്പോൾ വിശുദ്ധ ഖുർആനുമായി നമ്മൾ വലിയ ആത്മബന്ധം ഉണ്ടാക്കുക. അത് റമളാനെ ആഘോഷമാക്കി തീർക്കും. അങ്ങനെയാണ്. റമളാനായി ഇന്നൊരു പേജ് ഓതിയിട്ടില്ലല്ലോ എന്ന കുറ്റബോധത്തിൽ നിന്ന് മാത്രം ഉണ്ടാവേണ്ടതല്ല. നമ്മൾ പാരായണം ചെയ്ത് മത്സരിക്കും, വളരെ നല്ല രൂപത്തിൽ മുഷിപ്പില്ലാതെ ഒരു സൂറത്തിൻ്റെങ്കിലും അർത്ഥം ഇപ്രാവശ്യത്തെ റമളാനൊക്കെ ഒന്ന് മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ റമളാൻ ഒരു സൂറത്തെങ്കിലും ഈ റമളാനിലൊന്ന് മനഃപ്പാടമാക്കണം എന്നൊക്കെ തീരുമാനിച്ച് ഖുർആനുമായി ബന്ധപ്പെട്ട് ഈ റമളാനിൽ നമ്മൾ നടത്തും എന്നൊരു തീരുമാനം റമളാനെ നമുക്ക് ആഘോഷകരമാക്കി തീർക്കും. അപ്പോൾ റമളാൻ എന്ന് പറയുമ്പോൾ അത് ഖുർആന്റെ മാസമാണ്. നമ്മുടെ ജീവിത സന്തോഷങ്ങളെ ഇരട്ടിയാക്കാൻ എന്തായിരിക്കും ആ റമളാനിന് കഴിയുമെന്നുള്ളതാണ്. മറ്റൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, റമളാനിനെ കാത്തിരിക്കുമ്പോൾ നമുക്ക് റമളാൻ മുഷിപ്പല്ല തരുന്നത്. റമളാനിന്റെ ഓരോ ദിനങ്ങൾ കഴിയും തോറും റമളാനിൽ പുണ്യം കൂടുകയാണ് ചെയ്യുന്നത്. അതിൽ അവസാനത്തെ 10 ഒരു രാത്രി, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. എന്താണ് സഹോദരങ്ങളെ ഈ ലൈലത്തുൽ ഖദർ? പലപ്പോഴും എത്രയോ കാലം പിന്നിട്ടിട്ടും ആളുകൾക്ക് മനസ്സിലാകാതെ പോയതാണ്. കാരണം പൂർവികമായി തന്നെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ് ഈ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. അതുകൊണ്ട് റമളാൻ വരുന്നു എന്ന് പറയുമ്പോൾ ഈ ലൈലത്തുൽ ഖദർ ഒന്നും ആരും മനസ്സിലേക്ക് വരുന്നില്ല. റമളാനെ കുറിച്ച് പറയുമ്പോൾ അത് ലൈലത്തുൽ ഖദർ ഉള്ള ഒരു മാസമാണ്
എന്നത് റമദാനിനെ കാത്തിരിക്കുന്നവരുടെ ഏറ്റവും വലിയ ഒരാശയാണ്. ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ പഴയ കാലത്തൊക്കെ ആൾക്കാരെ മനസ്സിലെന്താണ്, ആ 27ാമത്തെ നോമ്പിൻ്റെ അന്ന് ഉണ്ടാക്കണ നെയ്യപ്പവും പത്തിരിയും ഉണ്ണിയപ്പം ഒക്കെയാണ് ആൾക്കാർക്ക് ഓർമ്മ. എന്താണ് ഈ നെയ്യപ്പത്തിനും ലൈലത്തുൽ ഖദ്റുമായിട്ട് എന്ത് ബന്ധ സുഹൃത്തുക്കളുള്ളത്? കാരണം ഒരു വളരെ തെറ്റായ ഒരു ആശയമല്ലേ ആളുകൾക്ക് നൽകുന്നത്. കാരണം സാധാരണ നോമ്പ് തുറക്കുമ്പോൾ ഭക്ഷണം കഴിച്ചാൽ തന്നെ ഒരാൾ പിന്നെ തറാവീഹിനും പോകാൻ പറ്റാത്ത ജീവിതത്തിൽ അയാൾ എന്ത് ചെയ്യും, അവശനാവും. ആ കൂട്ടത്തിൽ ഈ മധുരപലഹാരങ്ങളെല്ലാം ഭക്ഷണം കഴിക്കേണ്ടതാണോ രാത്രി? ഓരോ പുണ്യത്തിനും 1000 മാസങ്ങളെക്കാളും പ്രതിഫലം കിട്ടുന്ന ഒരു മാസം എത്ര ഉന്മേഷത്തോടെയാണ് ആ രാത്രി ഇരിക്കേണ്ടത്. എന്നാൽ ആ രാത്രിയുടെ ഉന്മേഷം കെടുത്തുന്ന മധുരം അടിച്ചു കയറ്റാനുള്ള ഒരു സന്ദേശം ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് അറിയാത്തവർക്ക്. പിന്നെ പണ്ട് കാലത്തൊക്കെ ആൾക്കാർ പറയും, ഞാൻ അന്നങ്ങനെ രാത്രി ഇങ്ങനെ ലൈലത്തുൽ ഖദ്റിനെ കാത്തിരിക്കുന്ന സമയത്ത് ഞാൻ ഒന്ന് ഉറങ്ങിപ്പോയി, അപ്പോളേറ്റ വന്നു പോയോ. എത്ര തെറ്റായ സങ്കല്പമാണ് ഖുർആൻ വ്യക്തമായി പറഞ്ഞ ഒരു ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ ഒരു രാത്രി, അസ്തമയം മുതൽ ഉദയം വരെയുള്ള ഒരു രാവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഹറമിൽ പോയിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ, ഇന്നത്തെ ഈ ജുമാ ഹറമിൽ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ നമുക്ക് 1,00,000 ജുമാന്റെ പ്രതിഫലം കിട്ടും. അന്തേ അവിടെ റക്കാത്ത് കൂടുതലുണ്ടോ? ഇല്ല. പിന്നെ ഖുതുബക്ക് ദീർഘമുണ്ടോ? ഇല്ല. പിന്നെന്താ, ആ സ്ഥലത്തിന് നിശ്ചയിച്ചൊരു പ്രാധാന്യം ആ സ്ഥലത്തു സംഭവിച്ചു എന്നുള്ളതാണ്. അതേപോലെ ആ രാത്രി സംഭവിച്ചാൽ, ഏത് അന്നത്തെ രാത്രിയിൽ അന്നത്തെ രാത്രി വരെ എന്തും അന്ന് നമ്മൾ സദക്ക കൊടുത്തു. ഒരാൾക്ക് നമ്മൾ ഒരു 1000 രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു രാത്രി. ആ രാത്രി അതിന് നമുക്ക് 1000 മാസത്തിന്റെ പുണ്യം കിട്ടും. അന്നത്തെ നമ്മുടെ രാത്രി നമസ്കാരത്തിന് ലൈലത്തുൽ ഖദ്ർ ഒരു പിന്നെ കഴിഞ്ഞ എല്ലാ പാപങ്ങളും നമുക്ക് പൊറുക്കപ്പെടും. ഒരു ദിക്ർ ചൊല്ലിയാൽ. പിന്നെ ആളുകൾ തിരിച്ച് എന്താ വെച്ചാൽ, എത്രയോ സഹോദരിമാർ വിചാരിച്ചത് പള്ളിക്ക് പോണവർക്ക് കിട്ടുകയാണെന്നാണ്. പള്ളിക്ക് പോണ ആൾക്കാർക്ക് കിട്ടും. പള്ളിക്കലേ ഈ രാത്രി ഉള്ളു സുഹൃത്തുക്കളെ. ഈ രാത്രി എല്ലായിടത്തും ഉണ്ട്. ഒരാർത്തവകാരിയായ സ്ത്രീ തന്റെ വീട്ടിലിരുന്ന് ചെല്ലുന്ന ദിക്റുകൾക്കും ഈ 1000 മാസത്തെ പുണ്യം കിട്ടും. ഖൈറും മിൻ അൽഫി ശഹർ. അപ്പോ ആ ഒരു രാവ് നമുക്കിപ്പോ ഒരു ഹറമ പോയി നിസ്കരിക്കണമെങ്കിൽ സുഹൃത്തുക്കളെ 1,00,000 രൂപ എടുത്തിട്ട് ഇവിടുന്ന് ഉംറക്ക് കയറണം. അള്ളാഹു നമുക്ക് പരലോകത്ത് കണക്കില്ലാത്ത പുണ്യം തരാൻ ഒരു രാവ്, 12 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു രാവ്, 12 മണിക്കൂർ സമയം, അതിലെ ഓരോ പ്രവർത്തനങ്ങൾക്കും 1000കണക്കിന് മാസത്തിന്റെ പുണ്യം. അപ്പൊ ആ മാസം വരുമ്പോ മനസ്സുകൊണ്ട് അത് ആഗ്രഹിക്കണ്ടേ. ഇന്നല്ലാഹ ജഅല ഫീഹി ലൈലത്തുൽ ഖദ്ർ. അല്ലാഹു ലൈലത്തുൽ ഖദ്ർ നിശ്ചയിച്ച മാസമാണത്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. ഒരു സൂറത്ത് അല്ലാഹുവിനെ വെച്ചില്ലേ സുഹൃത്തുക്കളെ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ദുഖാനിൽ അല്ലാഹു വീണ്ടും അതിനെക്കുറിച്ച് പറഞ്ഞു, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തി മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ. മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനം, സന്തോഷം, അവന്റെ കാര്യങ്ങളിൽ തീരുമാനം കുറിക്കപ്പെടുന്ന ഒരു രാത്രി. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്ക്, ഒരായുഷ്കാലം ചെയ്യുന്ന പുണ്യം കിട്ടുന്ന ഒരു രാവുള്ള ഈ റമദാനിൽ ആ ദിവസം എനിക്ക് നഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ച് കാത്തിരുന്ന എത്ര റമദാൻ നമുക്ക് കടന്നുപോയി. നാം ഗൗരവത്തോടെ ചിന്തിക്കണം. കാരണം ആ പുണ്യങ്ങളെക്കുറിച്ച് അറിയുമ്പോഴാണ് നമുക്ക് ആ മാസത്തെക്കുറിച്ച് വരും. പിന്നെ മാത്രമല്ല, അടുത്തൊരു കാര്യം നോക്കൂ നിങ്ങൾ, ഈ റമദാൻ കൊണ്ട് അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്താ സുഹൃത്തുക്കളെ? നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെയ്തു പോയ തെറ്റുകളാണ്. കാരണം ഇപ്പൊ എൻ്റെ സംസാരം കേൾക്കുന്നവരിൽ തന്നെ ഭൂരിപക്ഷം ആളുകളും നമ്മളെല്ലാവരും ജീവിതകാലം മുഴുവനും ഇത്ര ശ്രദ്ധയോടെ ജീവിച്ച ആളുകളല്ല. ഖുർആനിന്റെ ആശയങ്ങൾ അറിഞ്ഞ് ഉത്ബോധനങ്ങൾ കേട്ട് അത്ര ശ്രദ്ധയോടെ ഇത്ര കാലം അശ്രദ്ധമായി ജീവിച്ചു നമ്മൾ. നമ്മുടെ കണ്ണുകളെയും കാതുകളെയും സമ്പത്തിനെയും ഒന്നും സൂക്ഷിക്കാതെ ഹറാമും ഹലാലും നോക്കാതെ ജീവിച്ച കാലങ്ങളുണ്ടായിരിക്കും. അതൊക്കെ എത്ര കാലത്തെ തെറ്റാണ്. അപ്പൊ നമുക്ക് ഹജ്ജിനെ കുറിച്ച് ആലോചിക്കും, പടച്ചോനെ ഒരു ഹജ്ജ് ചെയ്തിട്ട് ഈ പാപങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ച് നിന്റെ അടുത്തേക്ക് വരാൻ എന്ന് ആഗ്രഹിച്ചിട്ടില്ലേ നമ്മൾ? അതുപോലെ അള്ളാഹു ഒരധ്വാനല്ലാതെ നമ്മുടെ മുന്നിൽ കൊടുന്നവരാണ് പാപങ്ങൾ പൊറുക്കാൻ ഒരു റമദാനിന്, പാപങ്ങൾ പരിഹരിച്ച് കിട്ടാൻ. അപ്പൊ സുഹൃത്തുക്കളെ, ഈ റമദാൻ നമുക്ക് കഴിഞ്ഞ് കടന്നു പോകാൻ ആഗ്രഹിച്ചാൽ ഈ റമദാനിൽ എൻ്റെ തെറ്റുകളെ പരിഹരിച്ചിരിക്കണം. ഈ റമദാൻ കഴിഞ്ഞിട്ട് ഞാൻ മരിച്ചോട്ടെ, എനിക്കെൻ്റെ എല്ലാ തെറ്റും ഈ റമദാനിക്ക് ഞാൻ അതിനു വേണ്ടിയിട്ടൊന്ന് തയ്യാറെടുത്ത് നിൽക്കുകയാണ് എന്ന് പറയണം. എത്ര ഹദീസ് വമൻ അള്ളാഹു പറഞ്ഞല്ലോ, മൻ സാമ റമദാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും ഈമാനോടുകൂടിയും ഇഹ്തിസാബോടെയും പിന്നെ നോമ്പ് നോറ്റാൽ അവന്റെ പാപങ്ങൾ പൊറുക്കും. മൻ ഖാമ റമദാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നോമ്പ് നോറ്റാലും എന്ത് ചെയ്യും? പാപങ്ങൾ പൊറുക്കും. നിസ്കരിച്ചാലും പാപങ്ങൾ പൊറുക്കും. അതിലുള്ളൊരു അത്ഭുതം എന്താ നിങ്ങൾ? ഈ നോമ്പ് എന്ന് പറഞ്ഞാൽ, ഈ 30 ദിവസത്തെ നോമ്പ് എന്ന് പറഞ്ഞാൽ 30 ദിവസത്തെ നോമ്പല്ല സുഹൃത്തുക്കളെ, ഒന്നിന് 10 ഇരട്ടിയാണ്. 300 ദിവസത്തെ നോമ്പാണ്. ഇനി ഒരു 6 നോമ്പും കൂടി ആണെങ്കിലോ കാനക സിയാമി ദഹർ, ഒരു വർഷത്തെ നോമ്പ്. ഒരു വർഷത്തെ നോമ്പിന്റെ പുണ്യം ഒരു മാസം കൊണ്ട് നേടുക.
ഇനി രാത്രി നമസ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ഒരു രാത്രിയിൽ മാത്രമുള്ള കുറഞ്ഞ സമയത്തുള്ള ഒന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു മൻ ഖാമ മഅൽ ഇമാമി ഹത്താ യൻസരിഫ കുതിബ ലഹു ഖിയാമുൽ ലൈല. ഇമാമിന്റെ ഒപ്പം നിസ്കാരം തുടങ്ങി ഇമാമു സലാം വീട്ടുന്നത് വരെ, ചില ആൾക്കാർ വിത്ർ വീട്ടിൽ വെക്കും, വിത്ർ വീട്ടിൽ വെക്കണ്ട, വിത്രും കൂടിയും ആ ഇമാമിന്റെ കൂടെ നിസ്കരിച്ചാൽ അവൻ എന്താകുന്നു? കുതിബ ലഹു ഖിയാമുൽ ലൈല, ഒരു രാത്രി മുഴുവൻ നിസ്കരിച്ചത്. അപ്പൊ 30 രാത്രി നമ്മൾ ഇമാമിന്റെ കൂടെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിൽ ആ രാത്രി മുഴുവൻ നിസ്കാരാണ്. അപ്പോൾ ഒരു മാസം എന്താണ്? ഒരു വർഷത്തെ നോമ്പിന്റെ പുണ്യം, രാത്രി മുഴുവനും നിസ്കരിച്ച പുണ്യം. ചെറിയൊരു ക്ഷീണം തോന്നുമ്പോ ഇന്നിപ്പോ തറാവീന് പോകണ്ട, ഇന്നിപ്പോ ഇശാ നിസ്കരിച്ചട കടന്നുറങ്ങാം എന്നൊക്കെ ആരാ ചിന്തിക്കാൻ നിങ്ങൾ? ഇതൊന്നും മനസ്സിലില്ലാത്ത ആൾക്കാരാണ് അതൊക്കെ ചിന്തിക്കുക. ഇതൊക്കെ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ എന്താ പറയുക, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് അത്ര ഗൗരവമേ റമദാനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, അത്ര പ്രാധാന്യമേ റമദാനിക്ക് എന്ത് ചെയ്യുള്ളൂ ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മാത്രമല്ല സുഹൃത്തുക്കളെ, പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും, പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കപ്പെടുന്ന ഒരു സന്ദർഭമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഇന്ന ലികുല്ലി മുസ്ലിം ഫീ കുല്ലി യൗമിൻ വലൈല ദഅവ. റമദാന്റെ എല്ലാ രാത്രിയിലും പകലിലും ദഅവത്തും മുസ്തജാബ, എന്താ ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകൾ ഉണ്ട് എന്നാണ് ഇമാം അൽബാനി സ്വഹീഹു തർഗീബിൽ പറഞ്ഞു കൊടുത്ത ഹദീസാണ്. അപ്പം പ്രാർത്ഥിച്ചാൽ നമ്മൾ പ്രാർത്ഥിച്ചത് കിട്ടുന്ന സമയം മാത്രമല്ല സുഹൃത്തുക്കളെ, ആലോചിച്ച് നോക്ക് നിങ്ങൾ, അള്ളാഹു എത്രയോ കഴിഞ്ഞ റമദാനുകളിലെ ഓരോ ദിവസങ്ങളിലും നോമ്പ് തുറക്കുന്ന സമയത്ത് ആ നോമ്പ് തുറക്കുന്ന ആൾക്കാരെ കൂട്ടത്തുനിന്ന് എത്രയോ ആളുകളെ നരകത്തിലേക്ക് അവൻ പോണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ്. എല്ലാ രാത്രിയിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലില്ലാഹി ഇൻദ കുല്ലി ഫിത്ർ, എല്ലാ നോമ്പ് തുറക്കുന്ന സമയത്തും അള്ളാഹുവിനുണ്ട് ഉത്തഖാ, നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ആളുകൾ എന്നാണ്. അപ്പം നരകത്തിൽ നിന്ന് മോചനം അള്ളാഹു തീരുമാനിക്കുന്നതാണ്. അപ്പം ഈ ഒരു റമദാൻ കടന്നു പോകുമ്പോൾ എത്ര ആൾക്ക് ആ ഭാഗ്യം കിട്ടും? ആ ഭാഗ്യം കിട്ടണമെങ്കിൽ നമ്മൾ അതായിട്ട് ചോദിക്കണം, പടച്ചോനെ നീ രക്ഷപ്പെടുത്തലില്ലേ ഓരോ റമദാനിക്കും നരകത്തുന്ന ആൾക്കാരെ, ഈ റമദാനിൽ ആ ലിസ്റ്റിൽ എന്നെ ഉൾപ്പെടുത്തണം. ഓരോ ദിവസവും അള്ളാഹു ആളുകൾക്ക് നൽകുന്ന ഒരു അനുകൂലമായി ഒരു ഓഫറായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പുണ്യമാണ് എന്തറിയോ, ഇപ്പം ഹജ്ജ് ഉംറക്കൊക്കെ നമ്മൾ പോകും. റമദാനിലെ ഉംറക്ക് പോകുന്ന ആളുകൾക്ക് കുറച്ച് ചിലവ് അധികമാണ്. പക്ഷെ എങ്കിൽ പോലും ജീവിതത്തിൽ നിർബന്ധമായ ഒരു കർമ്മമല്ലേ സുഹൃത്തുക്കൾ, അത് നിർബന്ധമായ കാര്യമാണ്. ഹജ്ജും ഉംറയും നിർബന്ധമാണ് ഒരാളുടെ ജീവിതത്തിൽ, അതിന് സാഹചര്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. അവരൊക്കെ ഹജ്ജിന് പോകാൻ 5 ലക്ഷം 6 ലക്ഷം ഒന്നും കയ്യിലില്ലെങ്കിൽ ഉംറക്ക് പോകാൻ കഴിയുന്ന ഒരാൾ അത് ചെയ്യണ്ടേ? അപ്പം അത് ചെയ്താൽ എത്രയാണ് അള്ളാഹു അതിന് പ്രതിഫലം നിശ്ചയിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലം, ഫഅ്തമിരി, നീ ഉംറ ചെയ്തോ ഈ സമയത്ത്, ഫഇന്ന ഉംറത, അതിലൊരു ഉംറ ഒരുത്തൻ ചെയ്താൽ തഅദിലു ഹജ്ജ, ഒരു ഹജ്ജിന് തുല്യമാകുന്ന, ഒരു ഹജ്ജിന് തുല്യമായ പ്രതിഫലം റമദാനിലെ ഒരു ഉംറക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ഇപ്പം എത്രമാത്രം ശ്രേഷ്ഠമായ ഒരു മാസത്തെയാണ് നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ. അപ്പം അതൊക്കെ എന്താ നിങ്ങൾ മനസ്സിൽ ഒരു തയ്യാറെടുപ്പ്, ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു തയ്യാറെടുപ്പ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായും ജീവിതത്തിൽ കിട്ടുന്ന അപൂർവമായ ഒരവസരമായിരിക്കും റമദാൻ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പൂർവികന്മാർ 6 മാസത്തോളം റമദാനിലേക്ക് എത്താൻ പ്രാർത്ഥിച്ചത്. റമദാൻ കഴിഞ്ഞിട്ട് 4-5 മാസം സലഫുകളായ പൂർവികന്മാർ ആ നോമ്പ് ആ മാസത്തിലെ പുണ്യം സ്വീകരിക്കാൻ വേണ്ടി, കാരണം ഇതൊക്കെ പാടെ ഉൾക്കൊള്ളുന്നൊരു റമദാനിൽ എന്നിൽ നിന്ന് സ്വീകരിക്കണേ എന്ന് പറയാൻ അവർ കാത്തിരുന്നിരുന്നു എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ധന്യമായ കാത്തിരിക്കുന്ന വളരെ വളരെ ചിന്തയോടുകൂടെയും ബോധത്തോടുകൂടെയും ഓരോ നിമിഷങ്ങളെയും പ്രയോജനപ്പെടുത്തുന്ന ഒരു റമദാനായി ഈ റമദാനിനെ സ്വീകരിക്കുവാനും അനുഷ്ഠിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാണ്. അൽഹംദുലില്ലാഹ് ഹംദൻ കതീറൻ തയ്യിബൻ ബാറകൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും അധികം ദാനധർമ്മങ്ങൾ ചെയ്തിരുന്ന, ഒരു കാറ്റ് പോലും അടിച്ചു വീശി എന്ന് പറയുന്ന രൂപത്തിൽ സദക്കകൾ നിർവഹിച്ചിരുന്ന ഒരു സന്ദർഭമാണ് റമദാൻ. നമ്മളെല്ലാവരും ഈ റമദാൻ സമാഗതമാകുമ്പോൾ ഒരു ബഡ്ജറ്റ്, നമ്മുടെ സംഖ്യകളിൽ നിന്നും ഒരു വിഹിതം റമദാനിന് വേണ്ടി നീക്കി വെക്കണം. അപ്പോൾ സാധാരണ സദക്കകൾ ദാനധർമ്മങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ ചില മുതലാളിമാരെയാണ് മനസ്സിൽ വരിക. സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ ഇത് പണം ധാരാളമുള്ള ആളുകൾ നൽകുക എന്നതല്ല സുഹൃത്തുക്കളെ സ്വതക്ക. സ്വതക്ക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും, പണമുള്ളവനും ഇല്ലാത്തവനും എല്ലാം അവനവൻ്റെ അളവനുസരിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. മനസ്സിലായി? നമ്മുടെ കഴിവനുസരിച്ച് കൊടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ഒരാൾ
10 ലക്ഷം രൂപ കൊടുക്കുന്നത് അയാളുടെ സമ്പത്ത് 10 കോടിയുള്ള ആൾ 10 ലക്ഷം കൊടുക്കുമ്പോൾ നമ്മൾ 10 രൂപയുള്ളവൻ 1 രൂപ കൊടുക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ ആ 1 രൂപക്ക് അയാൾക്ക് ആ 10 ലക്ഷത്തിന്റെ കൂലി കിട്ടും. അയാളുടെ സമ്പത്തിന്റെ 1% കൊടുത്ത് നമ്മളെ സമ്പത്തിന്റെ 1% കൊടുത്താൽ നമുക്ക് ആ കൂലി കിട്ടണ്ടേ? അതുകൊണ്ടാണ് 1000 ദീനാറിനെ 1 ദീനാർ അതിജയിക്കുന്നതാണ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബക്കറ്റിൽ ഒരാൾ 100 രൂപ ഇടുമ്പോൾ നമ്മൾ 10 റുപ്യ ഇടാതിരിക്കരുത്. ആ 10 റുപ്യ എന്തിനാ നിങ്ങൾ? ആ 10 രൂപ നമുക്ക് പുണ്യം കിട്ടാനാണ്. അപ്പൊ റമദാനിൽ സദക്ക കൊടുക്കാറാണ്. ഞങ്ങളൊക്കെ വാങ്ങുന്ന ആൾക്കാരാണ്. അങ്ങനെ വാങ്ങുന്ന ആൾക്കാരില്ല സുഹൃത്തുക്കൾ. നമ്മളൊക്കെ എന്ത് ചെയ്യണം? നമ്മുടെ ഒരു വിഹിതം, വളരെ നിസ്സാരമാണെങ്കിലും ഒരു വിഹിതം കൊടുക്കണം. അത് റമദാനിൽ അപ്പോൾ ഒരു സംഖ്യ മാറ്റി വെക്കുക. അപ്പോൾ എല്ലാവർക്കും, ഇപ്പോൾ പള്ളികൾ നിർമ്മിക്കുന്ന ആളുകൾ വരും, സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾ വരും, ഇസ്ലാമികമായ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരും, പാവപ്പെട്ട ആളുകൾ പലപ്പോഴും നമ്മുടെ വീടുകളിൽ വരും, അതേപോലെ തന്നെ പല സംരംഭങ്ങളും വരും. അപ്പോൾ നമ്മളൊരു 5000 രൂപ അല്ലെങ്കിൽ ഒരു 10000 രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ നമ്മുടെ കണക്കനുസരിച്ച് മാറ്റി വെക്കും. ഇത് റമദാനിക്ക് കൊടുക്കാനുള്ള ഫണ്ടാണ്. ഇത് നമ്മൾ മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ആ മാറ്റി വെച്ച് നമ്മളൊരു വിഹിതം കൊടുക്കുക. നമ്മൾ ചെറിയ ഇപ്പോൾ ഒരു 15 വയസ്സായ കുട്ടിയാണെങ്കിലും ഇന്ന് അവനുള്ളൊരു വരുമാനം അവനുണ്ടാക്കും. അങ്ങനെ ഇന്നത്തെ കാലം അവന് ഒരു ദിവസം ഒരു പക്ഷേ വലിയൊരാൾ ചെലവഴിക്കുന്നതിനേക്കാളും സംഖ്യ അവൻ ചെലവഴിക്കുന്നുണ്ടായിരിക്കും. 500 രൂപ 600 രൂപയ്ക്ക്. എല്ലാവരും അവനവൻ്റെ വിഹിതത്തിനൊരു വിഹിതം കൊടുക്കുക. അത് റമദാനിക്ക് മാറ്റി വെക്കുക. അപ്പം നമ്മൾ ആളുകളെ കാത്തിരിക്കും. കലക്ഷന് വേണ്ടി വരുന്ന ആളുകളെ കാത്തിരിക്കും. എന്തിനാണ്? നമ്മൾ മാറ്റിവെച്ച ആൾക്കാരാണ്. അതിന് അർഹതപ്പെട്ടവരെ കൊടുക്കാൻ നമുക്ക് കിട്ടണം. അപ്പം അവർ നമ്മളെ തേടി വരുന്നുവെങ്കിൽ അതൊരു സൗഭാഗ്യമല്ലേ? നമ്മൾ അന്വേഷിച്ച് പോയി കൊടുക്കേണ്ടത് നമ്മളെ അടുത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് അത്രയും നല്ലതല്ലേ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ റമദാനിൽ നമ്മുടെ ബഡ്ജറ്റിൽ നിന്ന് വളരെ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ കടന്നു പോകുന്നു. അപ്പം തന്നെയാണ് സ്വതക്കൊക്കെ ഏറ്റവും വലിയ പുണ്യം. അതുകൊണ്ട് ഒരു വിഹിതം നമ്മൾ മാറ്റിവെക്കുക. അത് ഏറ്റവും അർഹമായവർക്കും ഏറ്റവും അനിവാര്യമായതിനും മരണശേഷവും നിലനിൽക്കുന്നതിനും നമ്മൾ ചെലവഴിക്കുക. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ 5000 രൂപ അയാളെ സന്ദർശിക്കാൻ വന്ന ഒരു പണ്ഡിതൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഏകദേശം എൻ്റെ ജീവിതം അവസാനിക്കാറായിട്ടുണ്ട്, എൻ്റെ അടുത്ത് ഇതുള്ളൂ, പക്ഷെ എനിക്കൊരു ജാരിയായ സ്വതക്ക, നാളെ എന്നെ കബർക്ക് വെച്ചാൽ എനിക്കൊരു ജാരിയായ സ്വതക്ക വേണം. 5000 റുപ്യക്ക് എന്ത് ജാരിയായ സ്വതക്ക? അപ്പോൾ കുറേ ആലോചിച്ചിട്ട് ഇദ്ദേഹം പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യും, ഒരു അൽക്കഹഫ് ഇതിനു വേണ്ടി പ്രിന്റ് ചെയ്യാം. എന്നാൽ പള്ളിക കൊണ്ടുപോയി വെച്ചാൽ എന്ത് ചെയ്യും? ആരെങ്കിലും എടുത്ത് ഓതുമ്പോൾ കാലാകാലം മുസാഫൻ വർറസഹു. അങ്ങനെ ആ പണ്ഡിതൻ്റെ അടുത്ത് ആ പൈസ കൊടുത്ത് അയാൾ അതിന് അൽക്കഫിൻ്റെ മുസാഫ് പ്രിന്റ് ചെയ്തിട്ട് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്തു? പള്ളികളിൽ കൊടുത്തു. ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഒരു ആഗ്രഹമാണത്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും നമ്മുടെ ഒരു വിഹിതം നീക്കി വെക്കാനും കൂടെ ഈ റമദാനിൽ നമ്മൾ ആലോചിക്കണം. എല്ലാ പുണ്യങ്ങളിലും മത്സരിച്ച് ചെയ്യാനും മറ്റുള്ളവർ ചെയ്തു കൊള്ളും എന്ന് പ്രതീക്ഷിക്കാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് നാം നൽകാൻ നമ്മൾ പരിശ്രമിക്കുക. എല്ലാ പുണ്യങ്ങളിലും മത്സരത്തോടുകൂടെയും ഇഹ്തിസാബോടുകൂടെയും ഈമാനോടുകൂടെയും പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളിൽ നിന്ന് വന്നുപോയ പാപങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണം റഹ്മാനെ. ഏറ്റവും പുണ്യങ്ങൾ നിറഞ്ഞ അനുഗ്രഹം നിറഞ്ഞ ഈ റമദാനിനെ മറ്റേതു റമദാനിനേക്കാളും പുണ്യകരമായ ഒരു റമദാൻ്റെ കാലമായി അനുഷ്ഠിക്കുവാനുള്ള തൗഫീക്ക് അള്ളാഹുവെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം റഹ്മാനെ. രോഗങ്ങളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന രോഗികൾക്ക് നീ ആശ്വാസവും സമാധാനവും രോഗശമനവും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഞങ്ങളത് വന്നുപോയ തെറ്റുകളെ, പാപങ്ങളെ, കുറ്റങ്ങളെല്ലാം പൊറുക്കുന്ന ഒരു മാസമായി, ഒരു റമദാനായി ഞങ്ങൾ ഇന്നും ഈ റമദാനിനെ കബൂൽ ചെയ്യണമേ റഹ്മാനെ. ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണം. നമ്മുടെ നാടിനെയും സമൂഹത്തെയും കുടുംബങ്ങളെയും എല്ലാം എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ റഹ്മാനെ. പലസ്തീനിൽ ഇപ്പോഴും വേദനകളും വിഷമങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നീ ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുറത അഅയുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. والحمد لله رب العالمين.